ടൈം ലൈനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിന്റെ ആ ടൈം ലൈൻ നമുക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം. ഏത് ഭാഗത്ത് നമുക്ക് ചോദിച്ചാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അത് സാധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ അതിന്റെ ഒരു ചാർട്ട് പോലെ അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി അത് നിങ്ങൾക്കത് മനസ്സിലാകും. ഓരോ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ഏതൊക്കെയാണ്, രാജാക്കന്മാർ ഏതൊക്കെയാണ് വന്നെന്ന് മനസ്സിലാകും. ഇത് ആദ്യകാല ചരിത്രമാണ്. ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഉൽപ്പത്തിയിലേക്ക് പോകണം. ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോൾ, ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ തന്നെ ജെനസിസ് എന്ന അതിന്റെ ലാറ്റിൻ പേര്. അതുപോലെ തന്നെ ഉൽപ്പത്തി എന്ന മലയാള പേരിൽ തന്നെ ഉൽപ്പത്തി എന്ന വാക്കിന്റെ അർത്ഥം ഉത്ഭവം അല്ലെങ്കിൽ സൃഷ്ടി എന്നൊക്കെയാണ്. അപ്പം ഒരു സൃഷ്ടി നടത്തുന്നതിനെ കുറിച്ചും തുടർന്ന് ആദാം മുതലുള്ള പിതാക്കന്മാരെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് ചരിത്രം ആരംഭിക്കുന്നത് ആദാം മുതലാണ്. ആദാം എന്ന പൂർവികനിൽ നിന്നാണ്. ഈ പൂർവികൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് നമ്മളിപ്പോ ഇതില് യൂണിറ്റ് 2ന്റെ നമ്മൾ യൂണിറ്റ് 2 3 യൂണിറ്റ് ബുക്ക് മാറിപ്പോയിട്ടുണ്ട്. അതെ, നമ്മുടെ യൂണിറ്റ് 2 ലെസൺ 2. ലെസൺ 1 ആണ് 2 ആണ്? 2 1 നമ്മൾ കഴിഞ്ഞ സൺഡേ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മള് ഇതില് ആദ്യകാല ചരിത്രത്തിന്റെ ഫസ്റ്റ് സബ് ഹെഡിങ് നോക്കും. പിതാക്കന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നതില് പിതാക്കന്മാർ എന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പൂർവികർ എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ഫാദേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഈ ആൻസെസ്റ്റേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് വേറെ ഒരു അർത്ഥം കൂടി. കാരണം നമ്മളുടെ എവല്യൂഷൻ പോലുള്ള തിയറി പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആൻസെസ്റ്റർ എന്നുള്ള വാക്കാണ്. അപ്പൊ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കണമെങ്കിൽ ആൻസെസ്റ്റർ, പൂർവികർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ പിതാക്കന്മാർ എന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന, പൂർവ്വ പിതാക്കന്മാർ എന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന പേരുകൾ ആരംഭിക്കുന്നത് അബ്രഹാം മുതലാണ്. ആദാം മുതൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരാണെങ്കിലും കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പേര് ആൻസെസ്റ്റർ എന്നുള്ള പേര്, അല്ലെങ്കിൽ പൂർവികൻ എന്നുള്ള പേര്. കാരണം അതിനു മുമ്പ് എഴുതപ്പെട്ട ഹിസ്റ്ററി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടം. ജലപ്രളയത്തിന് ശേഷം ബാബേൽ ഗോപുരം ഉണ്ടാക്കുന്നതും ഭാഷ ചിതറിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ചരിത്രപരമായ തെളിവുകൾ കൊണ്ട് നമുക്ക് എന്താ പറയുക, അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം അന്ന് വരെ ചരിത്രം എഴുതി വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അസ്യൂം ചെയ്യുന്നതും അതുപോലെ തന്നെ പഴയ ട്രഡീഷൻസിൽ നിന്നൊക്കെ എന്താ പറഞ്ഞ ഒന്ന് കമ്പൈൽ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രീ ഹിസ്റ്റോറിക് അക്കൗണ്ട് ആണ് ദ ചാപ്റ്റർ 1 through 11 ഓഫ് ദി ബുക്ക് ഓഫ് ജെനസിസ്. അതുകൊണ്ടാണ് അതിന്റെ പിതാക്കന്മാരുടെ കാലഘട്ടം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൂർവികരുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നതിന്റെ കാര്യം. അതായത് ചരിത്രാതീതം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രീ ഹിസ്റ്റോറിക് എന്നാണത്. ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ട് പ്രീ ഹിസ്റ്റോറിക് എന്നൊരു വാക്ക്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ഇല്ലാതിരുന്ന സമയത്തെ മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഒരു കമ്പൈലേഷൻ ആണ് ഈ ചരിത്രാതീത കാലഘട്ടം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നത്, അവിടെയാണ് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതലാണ് അബ്രഹാമിന്റെ ചരിത്രം. യെസ്, Achan, what is the name of the lesson in English? Is it the study of the Pentateuch in the 20th century? Pentateuch, I think we have completed the book about the Pentateuch. It was in unit 1. No, in the English textbook, unit 2,
lesson 1 is the Pentateuch. Oh, okay. Yeah, we already And- finished that portion. So yeah, finished the portion, the first lesson, and the lesson, second lesson of Unit 2 is the study of Pentateuch in the 20th century. So is the lesson you are teaching something different? Could you tell Okay. me what is it called in English? Alex, can you scroll down? And this is the Is it the origin and growth of the Pentateuch? now we are discussing about the history of Hebrews. The Okay. Hebrew history. Yeah, this Okay. is the area. Okay. That is lesson 4 for those who follow the English book. Oh, okay, okay. Yeah, I didn't know that. I don't have the English version. So no, we already No finished the worries. first area. Okay. History All right. of Thank you very much. Deuteronomy. I think we finished that also. History of Deuteronomy. Then oh, okay, okay, okay. History of Deuteronomy. Yeah, Like, this unit is not exactly written equivalent in English and Malayalam. Both have all the content, but they are not exactly the same juxtaposed. can you turn chapter 5? Yes, I figured. Thanks for calling it out. Yeah, Yeah, chapter 5 is the history of Deuteronomy. Canon and religion. Actually, we don't have that in Malayalam. So, what about the concluding part of the fourth chapter, fourth lesson? It prophets and history, the real cause for everything. Yeah, that we finished till the prophets and history. It was the first lesson of the second unit. I think there is Okay. nothing similar to the second chapter of the unit 2. This is a prehistoric, the history of Hebrews, history of Abraham, Isaac, and Jacob, Exodus and Canaanite invasion. That's all are here in the second chapter. Thank you, Acha. Thank you. So what about the can you follow the Malayalam version, because I didn't prepare with the English version. It doesn't matter, Acha. I'm following it separately, so it's okay. Okay, okay. You Yeah, can I can continue. explain. I can explain in English also. No, that's fine. Thank you very much. Okay. So we were discussing about the period of ancestors. Then we're moving to the next area. Abraham, Isaac, and Jacob. Abraham, ഇസഹാക്ക് യാക്കോബ് എന്നീ ആളുകളെ കുറിച്ച് പറയുന്ന ഭാഗം അതിന്റെ ഏകദേശ കാലഘട്ടം എന്ന് പറയുന്നത് BC 15th 16th century, 15-16 യേശു ക്രിസ്തുവിന് മുൻപ് 15-16 നൂറ്റാണ്ടുകൾക്ക് മുൻപായിരിക്കണം അബ്രഹാമിന്റെ കാലഘട്ടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്രഹാമിന്റെ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കൽദയരുടെ ഊർ. കൽദയരുടെ ഊർ എന്ന് പറയുന്ന പേർഷ്യൻ ഉൾക്കടലിന് വടക്ക് പടിഞ്ഞാറ് മാറുന്ന മെസപ്പൊട്ടോമിയൻ പ്രദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മെസപ്പൊട്ടോമിയൻ സ്ഥലത്തെക്കുറിച്ച്, ഏരിയയെ കുറിച്ച്, അതിന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്ക് നടുവിലൂടെ പോകുന്ന ഒരു എന്താ പറയുന്നത് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും. ഒരു രണ്ട് നദികൾക്കിടയിലുള്ള വളരെ ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഉണ്ടായതെന്നും അതിന്റെ മീനിങ് ബിറ്റ്വീൻ
ടു റിവേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് നദികൾക്കിടയിൽ നിന്നാണ് ആ സ്ഥലത്തിന്റെ പേരിന്റെ അർത്ഥം. മെസോപ്പൊട്ടേമിയ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്നാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ സ്ഥലത്താണ് അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പറയാൻ വന്നതിന്റെ കാരണം, വൺ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ് ഈസ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന ഒരു സംസ്കാരമാണ് ഏറ്റവും പഴകിയ സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത് ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം. അതുപോലെ തന്നെ അവരുണ്ടാക്കിയ കൂണിഫോം ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതുമായിട്ട് നമുക്ക് ഈക്വലന്റ് ആയിട്ട് ഒരു പാരലായിട്ട് പോകുന്ന ഒരു ഹിസ്റ്ററിയാണ് അബ്രഹാമിന്റെ ഹിസ്റ്ററി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ആരംഭിച്ച ഒരു സാഹചര്യമാണ് അബ്രഹാമിനുണ്ടായിരുന്നത്. അതിനുശേഷം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. യാക്കോബിന് ശേഷം യാക്കോബിന്റെ മക്കളിൽ 12 പേരിൽ ഒരുവനായ യൗസേപ്പ് മിസ്രൈമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം മിസ്രൈമിലെ അധികാര സ്ഥാനത്തെത്തിയതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാനത് പെട്ടെന്ന് ഒറ്റയായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കൽദയരുടെ ഊരിൽ നിന്നും, ഊരെന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഏരിയയാണ്. അതായത് പടിഞ്ഞാറൻ ഏഷ്യ. നമ്മൾ അതിന്റെ മാപ്പിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഓൾമോസ്റ്റ് ബോർഡർ ആയിട്ട് വരുന്ന ഏരിയയാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ ഒക്കെ ഉൾപ്പെടുന്ന ഏരിയയാണ് പേർഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നും ആരംഭിച്ച അബ്രഹാമിന്റെ യാത്ര യോസെഫിന് സമയം എത്തിയപ്പോഴത്തേക്കിനും അന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കിങ്ഡം, ഒരു എംപയർ ആയിരുന്നു ഈജിപ്ഷ്യൻ കിങ്ഡം എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ എംപയറിലെ ഫറവോസ് എന്ന് പറയുന്നത് ഒരു സമയത്തെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട്, ലോകത്തിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രാജാക്കന്മാർ, അത് സ്ട്രോങ്ങസ്റ്റ് മാത്രമല്ല ദ റിച്ചസ്റ്റ് എംപറേഴ്സ് ഇൻ ദ വേൾഡ് ആയിരുന്നു ഫറവോസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ ഫറവോയുടെ എംപയറിലെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് യോസഫ് മാറുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാലഘട്ടം വീണ്ടും ഒരു 200 വർഷത്തിന് ശേഷം BC 14-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാവണം എന്നും അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിന്റെ തുടക്കം ജോസഫിന്റെ കഥയോടുകൂടിയാണ് ഉൽപ്പത്തി പൂർത്തീകരിക്കുന്നത്. ഉൽപ്പത്തി പൂർത്തീകരിച്ച് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്ന സമയത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. ജോസഫിനെ അറിയാത്ത രാജാവ് എന്ന് പറയുന്ന സംഭവം. ഞാൻ അതും ഒരിക്കലൊന്ന് വിശദീകരിച്ചായതുകൊണ്ട് അവിടേക്ക് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ ജോസഫ് ഈജിപ്തിൽ എത്തി. അവിടെ സഹോദരന്മാർക്കെല്ലാം എന്താ പറയുന്നത്, ക്ഷാമകാലത്ത് നന്മ ചെയ്തതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായത് വിശദീകരിക്കുന്നില്ല. അതിനുശേഷം പുറപ്പാട് പുസ്തകത്തിന്റെ കാലഘട്ടം ആയപ്പോഴത്തേക്കും ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ എത്തുന്നു. നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. അമേരിക്കയിൽ ഒരു മലയാളിയായ ഒരാള് സെനറ്റിൽ മെമ്പറായി എന്ന് വിചാരിക്കുക. അവിടുത്തെ പ്രസിഡന്റിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു എന്നും വിചാരിക്കുക. ഒരു 50-100 വർഷം ഹിസ്റ്ററി ഒന്നും രേഖപ്പെടുത്താത്ത കാലഘട്ടം കൂടിയാണെന്ന് ഓർക്കണം. ഇപ്പോഴാണെങ്കിൽ പഴയ ന്യൂസൊക്കെ ആർക്കൈവ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പണ്ട് ആരാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഫോട്ടോസ് ഒക്കെ കിട്ടും. പക്ഷെ അങ്ങനൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യം എല്ലാവരും മറന്നുപോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ രാജാവ് വരുന്നു. അങ്ങനെയാണ് അടിമത്തം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പിന്നീടുള്ളത് അടിമത്തത്തിന്റെ കാലഘട്ടമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം പുറപ്പാട് പുസ്തകത്തിന് മുമ്പായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ കാലഘട്ടമാണ്. ആ അടിമത്തവുമായിട്ട് ബന്ധപ്പെട്ട് പോലും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ഹബീറു HABIRU എന്ന് പറയുന്ന, അല്ലെങ്കിൽ HAPIRU, അങ്ങനെ ഈ രണ്ട് വാക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ നോക്കിയാലും അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു യൂഗറിറ്റിക് ഒരു സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് മില്ലേനിയം BC-യിൽ എന്താ പറയുന്നത്, അവിടെ ജീവിച്ചിരുന്ന ഒരു പ്രത്യേകതര അടിമകളെ കുറിച്ച് നമ്മളുടെ സെക്യുലർ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ആ ഹബീറു എന്ന് പറയുന്ന വിഭാഗത്തിലെ ആളുകളും ഈ എബ്രായ ജനതയും സെയിം ആണ് എന്നൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ഈ ഹബീറു എന്ന ആളുകൾ ഹിസ്റ്ററിയിൽ പറയുന്നത് അവര് ഈജിപ്ഷ്യൻ ഫറവോയെ ഒരിക്കൽ പരാജയപ്പെടുത്തിയതായിട്ടും പറയുന്നുണ്ട്. അത് BC 13-ാം നൂറ്റാണ്ട് മധ്യത്തിൽ നിന്നുള്ള മിസ്രൈമ രേഖയിൽ അപ്പീരുവുമായുള്ള യുദ്ധത്തിൽ ഫറവോ പരാജയപ്പെട്ടതായിട്ടും തെളിവുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത് നൈലിന്റെ രക്തമായ സംഭവവും അതുപോലെ തന്നെ റെഡ് സീ വിഭജിക്കുന്ന സംഭവം ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഹെബ്രായ ചരിത്രവുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
അതിനുശേഷം പിന്നീട് വരുന്നത് കനാൻ നാട്ടിലേക്കുള്ള അവരുടെ യാത്ര, പുറപ്പാട്, എക്സോഡസ് എന്ന് പറയുന്ന സംഭവമാണ് പിന്നീട് നടക്കുന്നത്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ യാത്ര തിരിക്കുന്നു. ആ യാത്ര അവര് നേരെ എവിടെ എത്തിച്ചേരുന്നു? കനാൻ നാട്ടിൽ എത്തിച്ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിന്റെ പൂർണ്ണമായ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ വരെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ 3 കാര്യങ്ങൾ. അതായത് ഉൽപ്പത്തി മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം, പിന്നീട് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ കാലഘട്ടം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നടത്തിയ തെരഞ്ഞെടുപ്പുകളും അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളും വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ 3 പേരെ പ്രത്യേകമായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനുശേഷം പുറപ്പാടുമായി ബന്ധപ്പെട്ട അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ, മോശയുടെ കാലഘട്ടം, പിന്നീട് അവർ നേരെ കനാൻ നാട്ടിൽ ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും യാത്ര തിരിച്ചതിൽ 2 പേര് മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചതിൽ, ഈജിപ്ത് എന്ന വാക്ക് നമ്മൾ മലയാളം വേദപുസ്തകത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മിസ്രൈം എന്നാണ്. മിസ്രൈം എന്ന വാക്ക് ഈജിപ്തിന്റെ മറ്റൊരു പേരാണ് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചവരിൽ കനാൻ നാട്ടിലെത്തിയത് 2 പേരാണ് എന്ന് രണ്ടേ 2 പേർ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ. അപ്പൊ അത് ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? യോശുവയും കാലേബും. Joshua and Caleb. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില കാര്യങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അങ്ങനെ കനാൻ നാട് എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ഒരു നാടായിരുന്നു. ആ നാടിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ബാർബേറിയൻസ് താമസിച്ചിരുന്ന, അവരെ കൈയടക്കി വെച്ചിരുന്ന ഒരു നാടായിരുന്നു ഈ നമ്മള് ഈ മൂവിയിലൊക്കെ കാണുമ്പം സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഭാഷ സംസാരിക്കുന്ന കാട്ടാളന്മാരായ ആളുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ബാർബേറിയൻസ് താമസിച്ചുകൊണ്ടിരുന്ന അത് അതിനകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? അതെ, അവസാനത്തെ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫിൽ, അവിടെയല്ല, ചാപ്റ്റർ 2-ന്റെ അവിടെ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ, അവിടെ ഉണ്ടായിരുന്ന കനാനിയർ, ഹിത്യർ, എബൂസ്യർ, ഹിവിയർ, പെരിസ്യർ എന്നീ പാലസ്തീനിയൻ ജാതികളെ ഒന്നടങ്കം ഇസ്രായേലിനെ കീഴടക്കി എന്നുള്ള സൂചനകൾ ശരിയാണോ? പല കനാന്യ പട്ടണങ്ങളും കീഴടക്കുവാൻ അവർക്കായില്ല എന്നുള്ള സൂചന ആദ്യകാല പ്രവാചക പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കനാൻ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, പലതരത്തിലുള്ള അനാക്കിയ മല്ലന്മാരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവരെയൊക്കെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ജനം അവിടെ കനാൻ ദേശം അവകാശമാക്കിയെടുക്കുന്നത്. അതിനുശേഷമാണ് യോശുവയെ ദൈവം തമ്പുരാൻ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ അധിപനായി നിയമിക്കുന്നതും. അതുപോലെ തന്നെ പിന്നീട് വായിക്കുന്നുണ്ട്, നമ്മൾ താഴേക്ക് വരുമ്പോൾ, ഓരോരുവനും അവനവന് ബോധിച്ച രീതിയിൽ നടക്കാതെ ദൈവാത്മാവിൽ അവർ ജനത്തെ നയിച്ചു എന്ന് കാണുന്നുണ്ട്. ആ യോശുവ മുതലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ്. കനാൻ നാട്ടിൽ എത്തിയതിനു ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കമാണ്. കാരണം അവർക്ക് ഒരു നാഥനില്ലാതെ പോകരുത്, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു റൂൾസ് ഇല്ലാതെ പോകരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവരെ ന്യായാധിപ ഭരണത്തിലേക്ക് ആക്കുന്നുണ്ട്. അവർക്ക് ഭരിക്കാനും ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ന്യായാധിപന്മാരെ ഏൽപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ന്യായാധിപൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാം? ഒത്നിയേൽ. വെരി ഗുഡ്. അങ്ങനെ ആ ഒരു ന്യായാധിപന്മാരുടെ ലിസ്റ്റ് കുറെ നീണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒത്നിയേൽ, ശങ്കർ, യേഹൂദ്, താംസൺ, ഷിംഷോൻ, ഗിദയോൻ, ദബോറ, യിഫ്താഹ്, അങ്ങനെ തുടങ്ങി കുറെ ന്യായാധിപന്മാരുടെ നിരകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ആ ഒരു ലൈൻ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അതിനുശേഷമാണ് യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, പിന്നീട് വരുന്ന പുസ്തകം ശമൂവേലാണ്. ആ ശമൂവേലിന്റെ കാലഘട്ടം മുതൽ, ആ സമയത്ത് ശമൂവേൽ ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപനാണ്. അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമാണ് ശമൂവേൽ. ശമൂവേലിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കാര്യമാണ് രാജഭരണത്തെ കുറിച്ച് പറയുന്നത്. അതായത് ന്യായാധിപന്മാരുടെ സമയത്ത് പ്രത്യേകിച്ച് അവർക്ക്
എന്താ പറയുന്നത്, അവർക്ക് അങ്ങനെ വലിയ കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ചാപ്റ്റർ 3. അപ്പൊ നമ്മൾ ആ ഒരു ലൈനായിട്ട് നമ്മൾ പഠിക്കണം. ആദ്യം ക്രിയേഷൻ മുതൽ ഏബ്രഹാം വരെയുള്ള കാലഘട്ടം, അത് അബ്രഹാം മുതൽ ഇസഹാക്ക്, യാക്കോബ്, യോസഫ് വരെയുള്ള കാലഘട്ടം ഉൽപ്പത്തിയിൽ അവിടെ അവസാനിക്കുന്നു. പിന്നീട് പുറപ്പാട്, ലേവ്യ, സംഖ്യ തുടങ്ങിയ പുസ്തകങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡ്യൂട്രോണമി. ഡ്യൂട്രോണമി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ എന്നാണ് ഡ്യൂട്രോണമി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡ്യൂട്രോസ് എന്നും നോമോസ് എന്നും പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ്. ഡ്യൂട്രോസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അല്ലെങ്കിൽ ടു എന്ന അതിന്റെ അർത്ഥം. നോമോസ് എന്ന് പറഞ്ഞാൽ ലോ. അതായത് ഇത്ര നിയമ ആവർത്തനം, രണ്ടാമത് ഒന്നുകൂടി നിയമങ്ങൾ ആവർത്തിച്ച് പറയുന്നതിനാണ് നിയമ ആവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ അതിനാണ് ആവർത്തന പുസ്തകം എന്ന പേര് വന്നത് അങ്ങനെയാണ്. അപ്പൊ ഡ്യൂട്രോണമി എന്ന പേരിൽ, അപ്പൊ അതാണ് ഒന്നുകൂടി ആവർത്തിച്ച് അവതരിപ്പിക്കുന്നതാണ് ഡ്യൂട്രോണമി. അതിനുശേഷം യോശുവയും ന്യായാധിപന്മാരുടെ കാലഘട്ടമാണെന്നും, രൂത്തിന് ശേഷം ശമൂവേലിന്റെ കാലഘട്ടം വരുമ്പോഴത്തേക്കിനും ന്യായാധിപന്മാരുടെ പൂർത്തീകരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ഈ ന്യായാധിപന്മാർക്ക് ഇസ്രായേൽ ജനങ്ങളിൽ ആകമാനം അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. കനാനിൽ ചിതറിപ്പെടുന്ന ജനങ്ങൾക്ക് പ്രാദേശിക പ്രശ്ന എതിർപ്പുണ്ട സംരക്ഷണം നൽകിയവരാണ്. അവർ ഇസ്രായേലിൽ ആകമാനം അംഗീകാരം ഉള്ളവരായിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് ഒരു സ്ഥിരമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണ ക്രമീകരണവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആളുകൾ തമ്മിലുള്ള ഇങ്ങനെ സ്വരച്ചേർച്ച ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് ശമൂവേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ രാജാവിനെ വാഴിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അതിന്റെ കാലഘട്ടം കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. BC 12-ാം നൂറ്റാണ്ടിന്റെ സമയത്തേക്കാണ് ഈജിപ്തിന്റെ ശക്തി ക്ഷയിക്കുകയും എബ്രായ ഗോത്രങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത്. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, അന്നുണ്ടായിരുന്ന വളരെ ഏറ്റവും പ്രബലമായ ഒരു എംപയർ ആയിരുന്നു ഈജിപ്ഷ്യൻ എംപയർ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ശക്തി ക്ഷയിക്കുകയും എബ്രായ ഗോത്രങ്ങൾ ശക്തി എബ്രായ ഗോത്രം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇസ്രായേൽ ജനം, ദൈവജനം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഇസ്രായേലിയ ജനത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എതിരാളിയായിരുന്നു അന്ന് ഫെലിസ്ത്യ ജനം. അതവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മധ്യധരണി ആഴിയുടെ കിഴക്കേ തീരപ്രദേശത്തും കനാനിലും ഫെലിസ്ത്യർ ശക്തിപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് പ്രധാനപ്പെട്ട, നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഫെലിസ്ത്യർ. ഫെലിസ്ത്യരുടെ സാന്നിധ്യവും യുദ്ധ താല്പര്യങ്ങളും എബ്രായ ഗോത്രങ്ങൾക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഗിദെയോൻ, അബീമേലേക്ക്, യിഫ്താഹ് എന്നീ ന്യായാധിപന്മാരെ രാജ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രമം നടന്നതായി കാണപ്പെടുന്നുണ്ട്. ന്യായാധിപന്മാരുടെ 8-ാമത്തെ അധ്യായത്തിൽ, ന്യായാധിപന്മാർ പുസ്തകം 8-ാം അധ്യായത്തിൽ. പക്ഷെ എന്നാൽ അവർക്ക് രാജാവ് എന്ന് പറഞ്ഞൊരു സ്ഥാനം കൊടുത്തിരുന്നില്ല. ശൗലിന്റെ കാലഘട്ടമായപ്പോഴാണ് അദ്ദേഹത്തിന് ശൗലിനെ ശമൂവേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. ഫെലിസ്ത്യർ ശക്തിപ്പെട്ടു വരികയും ശൗലും ദാവീദും എന്നുള്ള ഭാഗമാണ്. ന്യായാധിപന്മാർ രാജകീയ നേതൃത്വം നൽകുവാൻ വിസമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇസ്രായേൽ മൂപ്പന്മാർ രാജാവിന് വേണ്ടി ആഗ്രഹിക്കുകയും അത് ശമൂവേലിനോട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ശമൂവേൽ പ്രവാചകൻ ഒരു രാജാവിനെ കണ്ടെത്തുന്നുണ്ട്. അത് ശൗലിനെ ഇസ്രായേലിനെ നേതാവായി, രാജാവായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യിക്കുകയും ശൗൽ അവരുടെ രാജാവായി മാറുകയും ചെയ്തു. പക്ഷെ എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ശൗലിന്റെ കാലഘട്ടം എന്നു മുതൽ എന്നു വരെയാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതവിടെ എഴുതിയിട്ടുണ്ട്. ഭരണകാലഘട്ടം തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യം. കാരണം നമുക്കറിയാമല്ലോ, ലാക്ക് ഓഫ് എവിഡൻസസ്, ലാക്ക് ഓഫ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. ശൗലിന് ശേഷം പിന്നീട് വരുന്നത് ദാവീദാണ്. നമുക്കറിയാം, ശൗലിന് ശേഷം ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തത് ദാവീദിനെയാണ്. ദാവീദിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ദാവീദ് ചെറുപ്പ കാലഘട്ടത്തിൽ മൃഗങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഫെലിസ്ത്യ മലനായ ഗോലിയാത്തിനോടുള്ള ഏറ്റുമുട്ടലും തുടർന്ന് രാജാവായി മാറിയതും രാജ്യം മറ്റ് ആളുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുകയും രാജ്യം വിസ്തൃതമാക്കുകയും ചെയ്തതും, അതുപോലെ തന്നെ പാപം ചെയ്തു പോയി, തെറ്റിപ്പോയി, അതിനുശേഷം തിരിച്ചു വന്ന് നിരവധി സങ്കീർത്തനങ്ങൾ എഴുതുകയും അതുപോലെ ശലോമോന്റെ മാതാവായ ബേർഷേബയുമായിട്ടുള്ള
എന്താ പറയുക, പാപത്തെക്കുറിച്ചും അതിനുശേഷം ശലോമോന് ജന്മം കൊടുക്കുന്നതും മക്കൾ തമ്മിൽ ഉണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പല അമ്മമാർക്ക് പല കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ സ്വന്തമായിട്ട് രാജാവായി മാറിയ അബ്ശലോമിനെ കുറിച്ചും അതിനുശേഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശലോമോനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ദേവാലയം, ദൈവത്തിന് ഒരു ആലയം പണിയാൻ തക്കവണ്ണം ദാവീദ് ആഗ്രഹിച്ചതായിട്ടും, എന്നാൽ അതിന്റെ നിയോഗം ലഭിച്ചത് ശലോമോനാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം അവതരിപ്പിച്ച് പോവുകയാണ്. അപ്പൊ അങ്ങനെ ദാവീദ് ഒരു ചോദ്യം കൂടി ഇടയ്ക്ക് ചോദിക്കാം. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് പാപം ചെയ്ത് വീണു പോയതിനു ശേഷം ദാവീദ് പാപം ചെയ്തു പോയി എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ദൈവശിക്ഷയെക്കുറിച്ച് ഒരു വാണിംഗ് കൊടുക്കാൻ ദൈവം തമ്പുരാൻ നിയോഗിച്ച പ്രവാചകന്റെ പേരെന്തായിരുന്നു? നാഥാൻ. നാഥാൻ പ്രവാചകൻ. ആ വാക്കുകളൊക്കെ എല്ലാവർക്കും, നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞ ഉപമയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ദാവീദിന്റെ കാലഘട്ടം കഴിഞ്ഞ് നേരെ ശലോമോനിലേക്ക് പോവുകയാണ്. ശലോമോനും രാജഭരണവും. ദാവീദിന് ശേഷം രാജഭരണത്തിലേക്ക് വന്നത് മകനായ ശലോമോൻ ആയിരുന്നു. ശലോമോൻ ദാവീദിന്റെ മൂത്ത മകനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് ആയ ഭാര്യയിൽ ഉണ്ടായ മകൻ അല്ല എന്ന് നമുക്കറിയാമല്ലോ. സംഭവങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇനി അഥവാ പാപം ചെയ്ത് വീണുപോയ ഒരാൾക്ക് പോലും യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ആരെയും പാപം ചെയ്തു പോയതിന്റെ പേരിൽ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പിന്നീട് രക്ഷയുണ്ടാകില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനോ പറ്റില്ല. അവരെ ദൈവം തമ്പുരാൻ പലതരത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. നോർമലായിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിൽ ഉണ്ടായ മകനല്ല ശലോമോൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ശലോമോനും രാജഭരണവും. അങ്ങനെ ശലോമോന്റെ കാലഘട്ടത്തിൽ ആണ് ഒരുപാട് വിഖ്യാതമായ കേസുകളൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയാം. കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്ന കാര്യമൊക്കെ അറിയാം. ശലോമോൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കുറിച്ചും ഒരുപാട് എന്താ പറയുന്നത്, സ്പെഷ്യൽ ആയിട്ടുള്ള രചനകൾ എഴുതാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് ശലോമോൻ. നമുക്കറിയാം മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ എന്താ പറയുന്നത്, വിഷ്ടം, അതുപോലെ സദൃശവാക്യങ്ങൾ, ഉത്തമഗീതം തുടങ്ങിയ ഒരുപാട് മറ്റു പുസ്തകങ്ങളിൽ നിന്നും, വേദപുസ്തകത്തിലെ തന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ലിറ്ററേച്ചർ എഴുതാൻ ദൈവം തമ്പുരാൻ ജ്ഞാനം കൊടുത്ത ഒരാൾ കൂടിയാണ് ശലോമോൻ. അതുപോലെ തന്നെ ശലോമോന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതായത് വർദ്ധിപ്പിച്ച ഭരണ ചെലവുകൾ, ധൂർത്ത് എന്നിവ മൂലം ജനങ്ങളുടെ മേൽ ദുർവഹമായ നികുതി ഭാരം ചുമത്തപ്പെട്ടു. ഇതിൽ അസംതൃപ്തി നിലനിൽക്കുകയാണ് ശലോമോന്റെ മകനായ രഹബയാം അധികാരത്തിലേക്ക് വരുന്നത്. നികുതി ഭാരം കുറയ്ക്കുവാൻ ആവശ്യപ്പെട്ട വടക്കേ നാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഹോൾ ഇസ്രായേൽ എംപയർ എന്ന് പറയുന്നത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നോർത്തേൺ ഏരിയ ആണ് ശമരിയ, താഴെയാണ് യഹൂദിയ. ശമരിയ ഗലീല പ്രദേശത്ത് അസംതൃപ്ത ജനങ്ങൾ രഹബയാം അപമാനിച്ചു, രാജ്യത്തെ സ്ഥായിയായ വിഭജനത്തിലേക്ക് നയിച്ചു. തുടർന്ന് ഇസ്രായേൽ തെക്കും വടക്കുമായി സമാന്തരമായി രാജാക്കന്മാർ ഭരണം നടത്തി. ഏകദേശം 250 വർഷക്കാലം, 2 നൂറ്റാണ്ടിൽ കൂടുതൽ ഈ ഒരു രീതിയിൽ ഭരണകാലം നടന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിന്റെ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അതാരെന്നറിയാമോ? ഇസ്രായേലിൽ രാജഭരണം നടത്തിയ ഒരു സ്ത്രീ ഉണ്ട്. ആരെന്നറിയാമോ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ? ദെബോറ രാജഭരണമല്ല, ന്യായാധിപന്മാർ, ജഡ്ജസിന്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതല്യ ആണ്. അത് നമ്മളിപ്പം കാണിച്ചേക്കുന്ന സ്ക്രീനിൽ കുറച്ചും കൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ കാണാം. അതല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇസ്രായേലിൽ ഭരണം നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. 8-ാം നൂറ്റാണ്ട് വരുമ്പോഴത്തേക്കിനും അമസിയാവ്, അസറിയാവ്, യോധാം, ആഹാസ്, ഹിസ്കിയാവ് തുടങ്ങിയ ആളുകളെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മേജർ പ്രോഫറ്റ്സ് ഐസയ, മൈക്ക തുടങ്ങിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ നോക്കുന്ന സമയത്തും ഈ യോധാം, ആഹാസിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് കാണും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് ഭരിച്ച ആളുകളാണ്.
വടക്കേ ഇസ്രായേലും തെക്കേ ഇസ്രായേലും യഹൂദിയ, തെക്കേ ഇസ്രായേൽ യഹൂദിയ, വടക്കേ ഇസ്രായേൽ എന്ന് പറഞ്ഞ യെരുശലേം ഉൾപ്പെടുന്ന പ്രദേശത്ത് അങ്ങനെ 2 തരത്തിലുള്ള രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. എല്ലാവരുടെയും പേര് പഠിച്ചില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില ആളുകളുടെയെങ്കിലും പേരുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. വടക്ക് യൊരോബെയാമും തെക്ക് റഹബെയാമും അങ്ങനെയാണ് ഭരണം ആരംഭിക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും, അതായത് ഓരോരുത്തരുടെ കാലഘട്ടം കഴിയുന്തോറും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. വടക്കേ ഇസ്രായേലിലും തെക്കേ ഇസ്രായേൽ എന്ന യഹൂദിയയിലും സമാന്തരമായി രാജാക്കന്മാർ ഭരണം നടത്തി വന്നുവെങ്കിലും വടക്കേ രാജ്യത്ത് രാഷ്ട്രീയമായ സ്ഥിരത നൽകുവാൻ വളരെ കുറച്ച് രാജാക്കന്മാർക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ആദ്യ രാജാവായ യൊരോബെയാം ഒന്നാമനും ആഹാബ്, യേഹു, യഹോവഹാഷ്, യൊരോബെയാം രണ്ടാമൻ എന്നിവർ മാത്രമേ 2 അതിലധികമോ ദശാബ്ദക്കാലം ഭരണത്തിലിരുന്നുള്ളൂ. 2 അതിലധികമോ ദശാബ്ദക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിലധികം 20 വർഷത്തിലധികം ഭരണത്തിലിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. വടക്കേ നാട് BC 722 അസീറിയക്കാർ ആക്രമിക്കുക. അസീറിയക്കാർ എന്ന് പറഞ്ഞാൽ മലയാളം വേദപുസ്തകത്തിൽ അശൂർ എന്നൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അസീറിയക്കാർ ആക്രമിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അടിമകളായി പിടിച്ചു കൊണ്ടുപോകപ്പെടുകയും ശമരിയിൽ പാർപ്പിക്കുകയും ചെയ്തു. ശമരിയ സങ്കര സന്തതികൾ എന്ന സ്ഥിതിയിലായത് വടക്കേ ഇസ്രായേലിന്റെ പതനത്തെ തുടർന്നാണ്. 722 ശേഷമുള്ള ഇസ്രായേലിന്റെ ചരിത്രം യഹൂദിയയുടെ ചരിത്രം മാത്രമായി മാറി എന്ന് നമ്മൾ കാണുന്നുണ്ട്. വടക്കേ ഇസ്രായേലിന് വന്ന ഇതുപോലൊരു അപജയം കാരണം 722 ശേഷം ഇസ്രായേലിന്റെ ചരിത്രം വന്ന 2 എംപയറിന്റെ ചരിത്രം എന്നുള്ളതിൽ നിന്നും നേരെ ഒറ്റ ചരിത്രമായി മാറി. അതിന്റെ കാരണം നമ്മൾ പറയുന്നുണ്ട്. അവരെ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയി അവരെ അടിമകളായിട്ട് പാർപ്പിച്ചത് കൊണ്ട് പിന്നീട് വരുന്നത് യഹൂദിയയുടെ ചരിത്രം മാത്രമായിരുന്നു എന്ന് കാണുന്നുണ്ട്. ആ യഹൂദിയുടെ ചരിത്രത്തിൽ വരുന്ന രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റ്, ഒരു 8 പേരുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വന്ന 8 രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റ് അവിടെ പറഞ്ഞു. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽസും 1-2 വേറെങ്കിലും കഥകളൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 722 ആരംഭിച്ച യഹൂദിയയിലെ 2-ാം ഘട്ട രാജഭരണത്തിന് ഒരു പതനം ഉണ്ടാകുന്നത് BC 610 തുടർന്നുള്ള കാലഘട്ടം യഹൂദിയയ്ക്ക് ക്ഷീണാവസ്ഥയായിരുന്നു. ആദ്യം മിസ്രൈമിന്റെയും തുടർന്ന് ബാബിലോണിന്റെയും നിയന്ത്രണത്തിൽ യഹൂദിയ ആയി മാറുന്നുണ്ട്. കപ്പം കൊടുത്ത സാമന്ത രാജാക്കന്മാരെ പോലെ യഹൂദ രാജാക്കന്മാർ ഭരണം നടത്തിയത്. ഞാനതെല്ലാം വായിച്ചു പോകുന്നതിന്റെ കാരണം അതൊരു കഥ പോലെ മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ്. സിദക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ, അതായത് നമുക്കറിയാം 8-ാമത്തെ രാജാവ്, യഹൂദിയയിലെ ഏറ്റവും അവസാനത്തെ രാജാവായ സിദക്കിയ രാജാവിന്റെ കാലഘട്ടത്തിലാണ്, അതായത് 88-86 കാലഘട്ടത്തിൽ, നമുക്ക് BC പുറമോട്ടാണ് എണ്ണെന്ന് അറിയാമല്ലോ, അവരെ ബാബിലോൺ സൈന്യം യഹൂദിയ കീഴ്പ്പെടുത്തുന്നതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളായ യെരുശലേം ദേവാലയവും അതിലെ പ്രധാനപ്പെട്ട കെട്ടിടമായ യെരുശലേം ദേവാലയം ഒരു കൊള്ള ചെയ്യപ്പെടുകയും മതിൽ ഇടിച്ചെടുത്തുകയും ചെയ്തു. പട്ടണം തീവച്ചു. യഹൂദന്മാർ നാട് കടത്തപ്പെട്ടു. രാജകുടുംബം നശിപ്പിക്കപ്പെട്ടു. ഗദല്യാവിനെ പോലുള്ള ഗവർണർമാരെ ഭരണമേൽപ്പിച്ചുവെങ്കിലും യഹൂദിയർ സ്വന്തം ദേശം വിട്ട് പ്രവാസത്തിലായി. സ്വന്തം ദേശമായ കനാനിൽ നിന്ന് യഹൂദന്മാരെ ബാബിലോണി പ്രദേശത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി പാർപ്പിച്ചു. ആ കാലഘട്ടത്തിനാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ബാബേൽ പ്രവാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ കാരണം ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഒന്നുകൂടെ പറയാം. ഓരോ കാലഘട്ടത്തിലും ദൈവം തമ്പുരാൻ നന്മ നൽകുന്ന സമയത്ത് ഓരോ ആളുകളും, അല്ലെങ്കിൽ ആ ഒരു രാജ്യം മുഴുവനായിട്ടും ദൈവത്തെ മറന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണം ദൈവം തന്നെ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ യഹൂദിയയുടെ പതനവും ബാബേൽ പ്രവാസവും ആരംഭിക്കുന്നു. അപ്പൊ ഏകദേശം ഒരു പകുതി ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഒരു പകുതി ഭാഗം നമുക്ക് മനസ്സിലായി കാണും. ക്രിയേഷൻ മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള കാലഘട്ടം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് നമുക്ക് ഒരു ചാപ്റ്ററും കൂടി എടുക്കാനുള്ള സമയം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 4, പ്രവാസവും മടങ്ങിവരവും. അങ്ങനെ യഹൂദിയ പ്രദേശത്ത് ബാബിലോൺ സൈന്യം വന്ന് അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി യെരുശലേം ദേവാലയവും മറ്റ് കാര്യങ്ങളെല്ലാം തകർത്തതിനു ശേഷം
ജനങ്ങളെ മുഴുവൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ഒരു സംഗതിയാണ്, ഒരു സംഭവത്തിനാണ് ബാബേൽ പ്രവാസം എന്ന് അറിയപ്പെടുന്നത്. ആ പ്രവാസത്തിന്റെ കാലഘട്ടത്തിൽ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്. പ്രവാസത്തോടുള്ള പ്രതികരണത്തെ കുറിച്ചാണ് പിന്നീട് കാണുന്നത്. അതായത് മിക്കവരും സ്വന്തം ഭവനത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും വിലപിച്ച് കാലം കഴിച്ചു. അങ്ങനെയാണ് വിലാപങ്ങൾ എന്ന പുസ്തകം ഉണ്ടാകുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, വിലാപങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് അറിയാം? രമ്യാവ്. രമ്യ. 137 സങ്കീർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആരെങ്കിലും ഒന്ന് വായിക്കാം ആദ്യത്തെ 2 വാക്യം. 137 സങ്കീർത്തനം ആദ്യത്തെ 2 വാക്യങ്ങൾ. വായിച്ചു. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും, അവര് ഈ പ്രവാസത്തിലിരിക്കുവാണ്, മറ്റൊരാൾ അടിമയായിട്ട് ജീവിക്കുന്നു, തൊട്ടു മുമ്പിൽ നദി കടന്നു പോകുന്നുണ്ട്, അതിന്റെ മുമ്പിൽ പോയിരുന്ന് വിഷമിച്ചിരിക്കുകയാണ്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ ഇസ്രായേലിനെ ഓർത്ത് ഞങ്ങളുടെ മനസ്സ് വിഷമിച്ചു, ഞങ്ങളുടെ കിന്നരങ്ങളെ അവിടുത്തെ അലരി വൃക്ഷങ്ങൾ തൂക്കിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വളരെ ഉണ്ടാക്കുന്ന ഒരു സങ്കീർത്തനമാണ് 137 സങ്കീർത്തനം. അതുപോലെ യെഹെസ്കേൽ പ്രവചനത്തിന്റെ 1 മുതലുള്ള ഭാഗവും 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങളും ഈ ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില വിലാപ പുസ്തകങ്ങളാണ്. കാരണം പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിന്റെ ഒരു വലിയ നാഴികക്കല്ലായതുകൊണ്ട് പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെന്നും പ്രവാസ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെന്നും പ്രവാസത്തിന് ശേഷം ഉണ്ടായ പ്രവാചകന്മാരും എന്നിങ്ങനെയുള്ള ഒരു വേർതിരിവ് പോലും പ്രവാചകന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലരാകട്ടെ ബാബിലോണിലെ ജീവിതത്തോട് പൂർണ്ണമായും ചേർന്ന് ജീവിച്ചു. അവര് യഹോവയോടുള്ള ആരാധനയും ന്യായപ്രമാണവും ഉപേക്ഷിച്ചു. 3-ാമത് വലിയൊരു പറ്റം ജനങ്ങളും പൂർവിക രീതികളോടും ആചാര അനുഷ്ഠാനങ്ങളോടും പ്രമാണങ്ങളോടും ചേർന്ന് നിന്നു. അതാണ് നമ്മൾ കാണുന്ന ദാനിയേലും യുവാക്കളും എന്നുള്ള കഥകളൊക്കെ നമുക്ക് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ബാബിലോൺ പ്രവാസത്തിലായിരുന്ന സമയത്തും അവർ അവരുടേതായിട്ടുള്ള ഡെയിലി റൊട്ടീൻ മറക്കാതെ ജീവിച്ചു എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു വലിയ ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാൻ പറ്റിയ ചില ജീവിതമാണ്. ജീവിതത്തിൽ മറ്റൊരാളുടെ കൺട്രോളിൽ ജീവിക്കുന്ന സമയത്തും സ്വന്തം ദൈവത്തെ മറക്കാതെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ മുടങ്ങാതെ നിറവേറ്റുക. ദാവീദ് എല്ലാ ദിവസവും എഴുന്നേറ്റ് യെരൂശലേം ദേവാലയത്തെ നോക്കി നമസ്കരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തെ നോക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരൂശലേം ദേവാലയം ബാബേലിന് കിഴക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണം അത് തന്നെയാണ്. അപ്പൊ ദാനിയേലിനെ പോലുള്ള ആളുകൾ വളരെ ചിട്ടയോടുകൂടി തന്നെ ജീവിച്ചു, കണ്ടിന്യൂ ചെയ്തു പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രവാസം പ്രവചനപൂർത്തിയായ ദൈവശിക്ഷ എന്ന് ബോധ്യപ്പെട്ട് ആത്മതപനത്തിൽ കഴിച്ചുകൂട്ടി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവും. ഇത് ദൈവകോപത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വലിയ ശിക്ഷയാണ്, അതുകൊണ്ട് ഇനി നമ്മൾ അനുതപിച്ച് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങളാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5, കുറച്ചു പേരെങ്കിലും യഹൂദയിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആഗ്രഹിച്ച് അനുതാപത്തോടെ ജീവിച്ചു. ന്യായപ്രമാണത്തോടെ വിശ്വസ്തത പുലർത്തുവാൻ അത് പ്രേരകമായി. 6, സർഗാത്മകമായ മറ്റൊരു പ്രതികരണം ഉണ്ടായത് സാഹിത്യ സൃഷ്ടികളിലൂടെയാണ്. പ്രവാസകാലത്ത് ആവർത്തന ചരിത്ര പുസ്തകവും സങ്കീർത്തനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടത് പ്രവാസകാലത്താണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായി. സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടു. ഒരുപാട് സങ്കീർത്തന പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും പ്രവാസത്തിന്റെ കാലത്ത് എഴുതപ്പെടുകയും അതുപോലെ തന്നെ ആവർത്തന ചരിത്ര പുസ്തകം എന്ന് വെച്ചാൽ നിയമാവർത്തനം എന്ന് പറയുന്ന പുസ്തകവും സങ്കീർത്തനങ്ങളും ക്രോഡീകരിക്കപ്പെടുന്നതും ആ സമയത്താണ്. യെരൂശലേം ദേവാലയ നാശത്തോടെ യാഗ രീതികൾക്ക് മാറ്റമുണ്ടാവുകയും ന്യായപ്രമാണ പാലനം, പ്രത്യേകിച്ച് പരിച്ഛേദന, ശബത്താചരണം, ഭക്ഷണ നിയന്ത്രണം എന്നിവ പ്രാധാന്യവത്താവുകയും ചെയ്തു. പിൽക്കാലത്ത് വളർച്ച പ്രാപിച്ച സിനഗോഗ് ആരാധന രൂപപ്പെട്ടത് പ്രവാസകാലത്തായിരുന്നു എന്നും കരുതപ്പെടുന്നു. അങ്ങനെ പലതരത്തിലാണ്. അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചവരുണ്ട്. സ്വന്തം അസ്തിത്വം മറന്നു പോകാതെ they kept the real existence of the people of Israel, and they didn't went behind the trends of the world. അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ബാബിലോണിയൻ സംസ്കാരത്തിലെ
ആളുകളുടെ ട്രെൻഡിന് പിന്നാലെ അവർ പോകാമായിരുന്നു, പക്ഷെ അവർ പോയില്ല. അതുപോലെ തന്നെ ഈ സമയം ക്രിയേറ്റീവായിട്ട് അവർ ഉപയോഗിക്കാനും ചില ആളുകളൊക്കെ ശ്രമിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കാനും ചിലർ ശ്രമിച്ചു. പക്ഷെ വേറെ ചിലർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സ് മടുത്തു പോയവരുണ്ട്, സന്തോഷം ആഗ്രഹിച്ചു പോയവരുണ്ട്, ഡിപ്രഷനായിട്ട് പോയവരുണ്ട്, അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് പോയവരുണ്ട്. ഇത്രയും നാളും നമ്മൾ ജീവിച്ചിട്ടും ദൈവം തമ്പുരാൻ ഇങ്ങനെ നമുക്ക് തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആളുകളുണ്ട്. അങ്ങനെ നമുക്കും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആളുകളെ അറിയാം. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ നിർത്തിവെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. പോകട്ടെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതായത് ദൈവകോപത്തിന്റെ കാലത്ത് ഇത്രയും അനുതാപത്തോടുകൂടി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ച വളരെയധികം ആഹ്വാനങ്ങൾ യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്. വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക, നിന്റെ തെറ്റ് നീ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക മാത്രം ചെയ്യുക, നിന്നെ ഞാൻ എന്റെ സന്നിധിയിൽ ചേർത്ത് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള മാനസാന്തരത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഒരുപാട് നമുക്ക് കാണാം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം ബാബേൽ പ്രവാസത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബാബേലിന്റെ പ്രതാപം അസ്തമിക്കുകയും പേർഷ്യൻ സാമ്രാജ്യ ശക്തി പ്രബലപ്പെട്ടു വരികയും ചെയ്തു. പേർഷ്യൻ രാജാവായ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും, പാർസി രാജാവായ കോരേഷിനെ കുറിച്ചും ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കോരേഷ്, സൈറസ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ സൈറസ് എന്നാണ്, സൈറസ് അധികാരത്തിലെത്തി. അധികം താമസിക്കാതെ പ്രവാസികൾക്കെല്ലാം മടങ്ങിപ്പോകാനുള്ള അവസരം ഒരുക്കിയ ആളാണ് സൈറസ്. കോരേശാണ് അവര് മടങ്ങിപ്പോകാനുള്ള ഒരു ക്രമീകരണം ചെയ്തത്. BC 538 യഹൂദ്യ പ്രവാസികൾക്ക് മടങ്ങിപ്പോകുവാനും ദേവാലയം നിർമ്മിക്കുവാനും പണിയുന്നതിനാവശ്യമായ വസ്തുക്കൾ ദാനമായി നൽകുവാനും കോരേശ് എന്ന രാജാവിന് കൽപ്പന നൽകി. അത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. ബാബിലോണിയൻ പ്രവാസ കാലത്ത് എസ്ര ന്യായശാസ്ത്രയുടെ കാലഘട്ടത്തിൽ അവരുടെ രണ്ടുപേർ, എസ്രായുടെ നെഹമ്യാവിന്റെയും ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കാനും പ്രവാസത്തിൽ നിന്ന് തിരികെ പോകാനും ഒക്കെയുള്ള ക്രമീകരണം കോരേശിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നു. 516 ദേവാലയം പുനർനിർമ്മിച്ച് ആരാധന പുനരാരംഭിച്ചു. മുന്നെഴുതിയ സംഭവങ്ങൾക്ക് അരനൂറ്റാണ്ടെങ്കിലും ശേഷമാണ് എസ്രയും നെഹമ്യാവും രംഗപ്രവേശം ചെയ്യുന്ന അവർ ഒരേ കാലത്ത് പ്രവർത്തിച്ചു എന്ന സൂചനകളുണ്ട്. എസ്ര ന്യായപ്രമാണത്തിൽ ഉറപ്പിക്കുന്നതിനും വർഗവിശുദ്ധിക്കും ശ്രമിച്ചപ്പോൾ യെരൂശലേമിനെ പുനരുത്ഥാന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ നീതിയുടെ സംസ്ഥാപനത്തിനുമായി നെഹമ്യാവ് പ്രവർത്തിച്ചു എന്ന് കാണാം. രാജാവിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. വിഷമിച്ച് നിൽക്കുമ്പോൾ രാജാവ് ചോദിക്കും, ഇത് നിന്റെ മുഖം എന്തുകൊണ്ടാണ് വിഷമിച്ച്? 2-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ. അങ്ങനെ യെരൂശലേം ദേവാലയം റീകൺസ്ട്രക്ഷൻ ഉള്ള ഒരു ഇനിഷ്യേഷൻ എടുത്തത് നെഹമ്യാവാണെന്ന് നമുക്ക് കാണാം. ആളുകളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളും നടത്തിയ ആളായിരുന്നു എസ്ര എന്ന് നമുക്ക് കാണുന്നുണ്ട്. അവരുടെ കാലത്ത് ഈ പറയുന്ന ബാബിലോണിയൻ പ്രവാസം പൂർത്തീകരിച്ച് കോരേശ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിന്റെ സഹായത്തോടുകൂടി അവര് പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയും അവര് തിരികെ സ്വന്തം ദേശത്തേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. 2 അധ്യായങ്ങൾ കൂടി ഈ യൂണിറ്റിൽ അവശേഷിക്കുന്നുണ്ട്. അത് ഇന്ന് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു വെക്കുക. ഉൽപ്പത്തി മുതൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉൽപ്പത്തി മുതൽ നോഹയുടെ കാലഘട്ടം വരെയുള്ള ആളുകളുടെ പേരുകൾ ആർക്കെങ്കിലും ഒന്ന് പറയാം. ഏതെങ്കിലും ഓർമ്മയുള്ള ആളുകളുടെ പേര് ആദാം മുതൽ താഴോട്ട് പറയുവാണെങ്കിൽ കുറച്ചു പേരുടെ പേരുകളൊന്ന് പറയാമോ? ആദാം മുതൽ നോഹ വരെയുള്ള ആളുകളുടെ പേരുകൾ. ആദാമിന് ശേഷം ആദാമിന്റെ മക്കൾ കയീനും ഹാബേലും. പക്ഷെ ദൈവത്തിന്റെ ജനം എന്നുള്ള രീതിയിൽ പിന്തുടർച്ച ഉണ്ടായത് ആരിൽ നിന്നാ? കയീനിൽ നിന്നാണോ ഹാബേലിൽ നിന്നോ? ഹാബേലിൽ നിന്ന്. അല്ല, ഹാബേൽ മരിച്ചു പോയില്ലോ. കയീനിൽ നിന്ന്. മൂന്നാമത്തെ ഒരു മകൻ. മൂന്നാമത്തെ മകനിൽ നിന്നാണ് ആക്ച്വലി അവരുടെ പിന്തുടർച്ച ആരംഭിക്കുന്നത്. കയ്യൻ കാട്ടിൽ പോയി താമസിച്ചായിട്ടൊക്കെ പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ ഹാബേൽ നേരത്തെ മരിച്ചുപോയി. പക്ഷെ പിന്തുടർച്ച, ആദാമിന് പിന്തുടർച്ച ആരംഭിക്കുന്ന മൂന്നാമത്തെ മകന്റെ പേരറിയാം? ഷേത്ത്. പിന്നെ അതിനുശേഷം ആരെങ്കിലും?
ഓക്കെ, തിരിച്ചു നോക്കാം. നോഹയ്ക്ക് തൊട്ട് മുമ്പ് നോഹയുടെ ഫാദറിന്റെ പേരറിയാമോ? നോഹയുടെ പിതാവിന്റെ പേര് ലാമേക്ക് എന്നാണ്. ലാമേക്ക്. അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ ആണോ അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. മെത്തൂശലേ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടായിരിക്കല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ വയസ്സ് പ്രായം കൂടിയ പ്രായം ജീവിച്ചിരുന്ന ആളാണ് മെത്തൂശലേഹ് ഉണ്ട്. ആനോക്കിന് ഷേത്തിന് ശേഷം ഉണ്ടായ ആളാണ് ഏനോഷ്. ഏനോഷ് കേനാനും ഒക്കെ ഷേത്തിന് ശേഷം ഉണ്ടായ ആളുകളാണ്. അതിനുശേഷം അതിനിടയ്ക്ക് വരുന്ന ഷേത്തിന്റെയും ഏനോഷിന്റെയും കേനാന്റെയും കാലത്തിന് ശേഷം നോഹിന്റെയും ലാമേക്കിന്റെയും മുമ്പ് ഇൻ ബിറ്റ്വീൻ വന്ന ആളാണ് ഹാനോക്ക്. ഈ യാരദ് എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നു വിചാരിക്കുന്നു. അറിയാമോ? മെതൂശലേഹിന് ശേഷം സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് യാരദിനാണ്. നിങ്ങൾ കാലഘട്ടം വായിച്ചു നോക്കി, എനിക്ക് കൃത്യം നമ്പർ ഓർമ്മയില്ല. മെതൂശലേഹ് 162 162 വയസ്സ് 962 162 വയസ്സ്. ഓ 970. ഓക്കെ. 970 ആണോ? ആയിരിക്കത്തില്ല. 969 ആണ്. മെതൂശലേഹ് 969 അല്ലേ? അതെ. അപ്പൊ അത് കുറവല്ലേ വരത്തുള്ളൂ യാരദിന്റെ. 962. 962. ഓക്കെ, ഞാനത് വലിയ വിഷയമല്ല, ജസ്റ്റ് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യാരദ്, അതിനുശേഷം ഹാനോക്ക്, അങ്ങനെ പോയി. നോഹ വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയുന്നത്. അതിനുശേഷം ജലപ്രളയം ഉണ്ടാകുന്നതും പിന്നെ ബാബേൽ ഗോപുരവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും വരെയാണ് പ്രീ ഹിസ്റ്റോറിക് ഏജ്. പ്രീ ഹിസ്റ്റോറിക് ഏജിന് ശേഷം ദൈവം വിളിച്ച ആദ്യത്തെ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാം എന്നായിരുന്നു ആദ്യത്തെ പേരെന്നും അതിനുശേഷം അബ്രഹാം എന്നാക്കി മാറ്റിയെന്നും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് വരെയുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിച്ചതെന്നും പിന്നീട് പുറപ്പാട് പുസ്തകത്തിൽ മോശ മുതലുള്ള കാര്യങ്ങൾ ഒരു ലൈനായിട്ട് നമ്മൾ പറഞ്ഞു പോവാണ് അവതരിപ്പിച്ചു എന്നും. മോശയ്ക്ക് ശേഷം, മോശ മരിച്ചതിന് ശേഷം യോശുവയെ ഇസ്രായേലിന്റെ തലവനായി തിരഞ്ഞെടുത്തുവെന്നും അതിനുശേഷം യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ ഓരോരുത്തരായി ഒത്നിയേൽ മുതൽ ശമൂവേൽ വരെയുള്ള ന്യായാധിപന്മാർ ഓരോരുത്തരെയായി ദൈവം ഓരോ കാലഘട്ടത്തെ തിരഞ്ഞെടുത്തുവെന്നും ശമൂവേലിന്റെ സമയത്ത് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള മുറവിളി കഠിനമായതിനു ശേഷം ശൗലിനെയും ദാവീദിനെയും തുടങ്ങിയ രാജാക്കന്മാരെ വാഴിക്കുകയും ശലോമോന്റെ കാലഘട്ടം വരെ അത് ഒന്നായിട്ട് സാമ്രാജ്യം പോയി. അതിനുശേഷം അത് രണ്ടാക്കി മാറ്റപ്പെട്ടു. അതിനുശേഷം ഇടയ്ക്ക് വെച്ച് വീണ്ടും അവരെ അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം യഹൂദ്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിട്ട് മുമ്പോട്ട് പോയി. അതിനുശേഷം ബാബേൽ പ്രവാസം ഉണ്ടാകുന്നുണ്ട്. ബാബേൽ പ്രവാസന സമയത്ത് പല ആളുകൾ വിഷമിച്ചിരുന്നു. പല ആളുകൾ ബാബേൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ പിന്നാലെ പോയി. ചില ആളുകൾ വിലപിച്ചു, അനുദപിച്ചു, മനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. പാർസി രാജാവായ കോരേശിന്റെ സമയത്ത് അവര് ബാബേൽ പ്രവാസത്തിൽ നിന്നും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോവുകയും യെരൂശലേം ദേവാലയം പണിയുകയും ചെയ്യുന്നു. ഇത്രയും കാര്യം സങ്കീർത്തനത്തിൽ തൊട്ടു മുമ്പുള്ള കാര്യങ്ങൾ ഇവിടെ എസ്രാ, നെഹമ്യാവ്, എസ്തർ, ജോബ് ആണ് പിന്നെ ഒരു നെഹമ്യാവ് വരെയുള്ള കാലഘട്ട കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്തു ഇതുവരെ. ഇതാണ് ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് യെരൂശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്ന വർഷം കൂടി ഒന്ന് നിങ്ങൾ വെക്കുവാണെങ്കിൽ മനസ്സിലാകും. പ്രവാസവും മടങ്ങി വരും. 516 BC 6-ാം നൂറ്റാണ്ടിലാണ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കുന്നത്. അത്രയും BC 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പഠിച്ചത്. BC 4-ാം നൂറ്റാണ്ടിലാണ്, അതായത് 2 നൂറ്റാണ്ടുകൾ കൂടി കഴിഞ്ഞപ്പോഴാണ് മലാഖിയുടെ പ്രവചനം ഉണ്ടാകുന്നത്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അവസാനത്തെ പ്രവാചകൻ മലാഖി. അപ്പൊ അതിനു മുമ്പ് 6-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടമാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചത്. അതിനുശേഷമുള്ള ഈ സമയത്താണ് യൂദാ മക്കാബിയുടെ കഥകളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഈ ഡ്യൂട്രോ കാനോനിക്കൽ ബുക്സിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നതും ഈ സമയത്തൊക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അച്ഛാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ?
ഇപ്പം നമ്മുടെ കായേന് മരുഭൂമിയിലോട്ട് പോയെന്ന് പറഞ്ഞില്ല. എന്റെ ഗ്രേഡ് 10 പിള്ളേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ചുറ്റുമൊന്നും ആരും ഉള്ളതൊന്നും ആയിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആരെയാണ് അവര് കല്യാണം കഴിച്ച് പിന്നെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതെന്ന്? ഞാന് ഒരു കേൾക്കാമല്ലോ അല്ലേ? ഞാനൊരു കേൾക്കാം. ഒരു വാക്ക് ഞാൻ പലതവണ ഉപയോഗിച്ചത് ഈ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. അവിടെ അവതരിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട സംഗതികൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പല ആളുകൾക്കും ഉള്ള ഒരു വലിയ സംശയമാണ്, ആദാമിന് 3 ആൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടായത് എന്നുള്ളൊരു സംഭവം പലപ്പോഴും ഈ പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ദൈവം എഴുന്നേറ്റു, മണ്ണ് കുഴച്ചു, മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ദൈവം ഊതി, അവന് ശ്വാസം കൊടുത്തു, അവനെ അങ്ങോട്ട് മാറ്റി നിർത്തി, അവൻ ഉറങ്ങിയപ്പം എല്ലെടുത്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതപ്പെട്ട ഒരു ചരിത്രമല്ല, വായ്മൊഴികൾ കൂടി കേട്ട ഒരു ട്രഡീഷൻ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ദൈവം തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കിയത് നിലത്തെ പൊടി കൊണ്ടെന്നാണ്. മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഇപ്പം വേണമെങ്കിൽ അല്ല വേണ്ട, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. അതെ, എല്ലാവരും വീട്ടിലാണല്ലോ അല്ലേ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിലത്തെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പുഴിമണ്ണ് വാരി ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ മണ്ണ് വെള്ളം ഒഴിച്ച് കലക്കി ഉണ്ടാക്കി എന്നതിന് അർത്ഥമില്ല. നിലത്തെ പൊടി എന്ന് പറഞ്ഞാൽ ദ എലമെന്റ്സ് ഫ്രം ദി എർത്ത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ഭൂമിയിൽ ഉള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് പല സബ്സ്റ്റൻസുകൾ കൂടി ചേർത്തപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അല്ലെങ്കിൽ സയൻസ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ലിവിങ് ബീയിങ്സ്, നോൺ ലിവിങ് ബീയിങ്സിൽ നിന്നും ലിവിങ് ബീയിങ്സ് എങ്ങനെ ഉണ്ടായി എന്ന് സയൻസ് പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങൾ ഉണ്ടായതും മനുഷ്യൻ പോലെയുള്ള ജീവനെ ദൈവം ഉണ്ടാക്കിയതും നിലത്തെ സബ്സ്റ്റൻസ് എലമെന്റ്സ് ഉപയോഗിച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിലത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ലാതെ ലിറ്ററലായിട്ട് ദൈവം പൊടിയെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് മക്കളുണ്ടായ കാര്യവും പറയുന്നത്. ആദാം, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറയുന്നത്, ആദാം എന്ന വാക്കിന് ഒരാളുടെ പേരെന്നല്ല, ആദാം എന്ന വാക്കിന് മനുഷ്യൻ എന്ന് മാത്രമേ ഉള്ള അർത്ഥം. ഹീബ്രു പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ഹീബ്രു ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ആദാം എന്ന വാക്കിന് മനുഷ്യൻ എന്ന് മാത്രമേ ഉള്ള അർത്ഥം. ആദമ എന്ന് പറഞ്ഞ വാക്കിന് ഭൂമി, തറ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിലം എന്നാണ് അർത്ഥം. ആദമായിൽ നിന്നും ഉണ്ടായ ആൾ എന്നുള്ള നിലയിലാണ് ആദാം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്ന വിചാരിക്കും. മനുഷ്യൻ എന്നാണ് പേരിട്ടത്, അല്ലാതെ ആദാം എന്നല്ല പേര്. ആദാം എന്നൊരു പേരെന്ന് പറയുന്നത് അതൊരു പേരല്ല, ആക്ച്വലി മനുഷ്യൻ എന്ന വാക്കിന്റെ എബ്രായ പദമാണ്. അത് ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ആദാം എന്ന പേര് കണ്ടിന്യൂ ചെയ്തു എന്നാണ്. നമ്മളിപ്പോഴും അത് ആദാം എന്ന പേര് ആക്കി മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. മനുഷ്യനെ ഉണ്ടാക്കി, ആദാമിനെ ഉണ്ടാക്കി, ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മനുഷ്യനെ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അതുപോലെ തന്നെ ആദാമിനെയും ഇതുപോലെ നിലത്തെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയ മനുഷ്യൻ, ഹവ്വായെ മനുഷ്യന്റെ വാരിയിൽ നിന്നും ഉണ്ടാക്കിയ ദൈവം, അല്ലെങ്കിൽ കയ്യനെ ഹാബേലിനെയും ജനിപ്പിച്ച ദൈവം സ്വാഭാവികമായിട്ടും മറ്റു ജീവൻ ഉണ്ടാക്കാനും കഴിവുള്ള ആളാണ്. ഈ ആദാമും ഹവ്വായും എന്ന് പറഞ്ഞ ഒരാളെ മാത്രമായിരിക്കില്ല. നമുക്ക് ദൈവത്തിന്റെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നേരിട്ട് നിരവധി ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കത് റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വേറെയും നിരവധി ആളുകളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ലോകത്തിൽ ആദാമും ഹവ്വായും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരുപാട് ആളുകളെ ഈ പറയുന്ന പോലെ നമ്മളെ ഈ ശ്രീവായുടെ സന്ധ്യാ നമസ്കാരത്തിൽ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ദാമ്പത്യത്തിൽ ജഡരേ രൂപം നൽകിയ ഒരാംഗ്യം ആഹ്വാനത്താൽ അഴിവന്യെ മെയ്യെഴുന്നേൽപ്പിക്കും എന്നൊരു പാട്ടുണ്ട്. അതായത് ദാമ്പത്യത്തിൽ, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ആഹ്വാനത്താൽ അഴിവന്യെ മെയ് എഴുന്നേൽപ്പിക്കും. അതായത് ദൈവത്തിനൊരു വാക്കു പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ വായിലെ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കാനും ദൈവത്തിന് പറ്റും. അന്ന് പറയുന്നത് പോലെ ആദാം എന്ന് പറയുന്ന ഒരു ആളിനെയും ഹവ്വ എന്ന് പറയുന്ന ഒരാളെയും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും നിരവധി ആളുകളെ അതുപോലെ ദൈവം ഉണ്ടാക്കി കാണണം.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഈ മറ്റ് എന്താ പറഞ്ഞേ ആദാമിന് 3 മക്കളെ ഉണ്ടായിരുന്നു. അത് 3 ആൺകുട്ടികളായിരുന്നു. എങ്ങനെ പെൺകുട്ടി അവരെ സ്വർഗത്തിലെ മാലാഖമാരെ അവര് ഭാര്യമാരായിട്ട് എടുത്തു എന്നൊക്കെ ഉള്ളൊരു സാഹചര്യം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി മക്കൾ അല്ലെങ്കിൽ നിരവധി മനുഷ്യർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവ സൃഷ്ടിയായിട്ടും അതുപോലെ പിന്നീട് വന്ന തലമുറകളായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല കയീന്റെ പിന്നീടുള്ള ചരിത്രത്തെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ അത്ര ഒരു വിശദീകരിച്ച് കാണുന്നില്ല. പിന്നീടെല്ലാം പറഞ്ഞത് ശേത്ത് മുതലുള്ള കാര്യങ്ങളാണ്. അതായത് ആദാമിന് ഹവ്വായ്ക്ക് 3ാമത് ലഭിച്ച മകനിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഇത് ഒരാളല്ല. ഈ ശേത്തിനും എവിടെ നിന്ന് ഭാര്യയെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നത് അനുസരിച്ച് അത് പാരമ്പര്യമാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് പറഞ്ഞല്ലോ, ഇതൊരു ക്രോണിക്കിൾ അല്ല. ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിത്ത് എവിഡൻസ് ഉള്ള ഒരു 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 ഡോക്യുമെന്റേഷൻ അല്ല ആദ്യത്തെ 11 അധ്യായങ്ങൾ എന്ന് നമ്മൾ പലതവണ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുറച്ച് ലോജിക്കും കൂടെ വെച്ച് ചിന്തിച്ച് നോക്കണം. ചിന്തിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു അച്ഛാ. അലക്സ്, നമുക്ക് മൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ബാർക്കുമോൾ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം നമ്മെല്ലാവരുടെ മേലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും പഠന പദ്ധതിയുടെ മേലും ഇതിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ